ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ പാൽപ്പായസത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പഞ്ചസാര കുറച്ച് പാൽപ്പായസത്തിന് കൂടുതൽ നിൽക്കണം, നല്ല ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ വെള്ളം ചേർക്കാത്ത 3/4 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാലിവിടെ ദാണ്ട് തിളയ്ക്കാറായി ഇരിപ്പുണ്ട്. പാലിവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരിയും പാലും നല്ല ഒന്ന് പാല് തിളച്ചതിന് ശേഷം അരി ഇടുക. അരി ഇട്ടതിന് ശേഷം പിന്നീട് പാല് തിളച്ചതിന് ശേഷമേ നമ്മൾ എപ്പോഴും പഞ്ചസാര ചേർക്കാവുള്ളേ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എടുത്ത പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ ഇത്തിരി ഏലക്ക ചതച്ചതോ പൊടിയോ എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പായസത്തിന് ഏലക്കയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം.